ഇന്ത്യയുമായുള്ള പോരാട്ടത്തിന്റെ 4-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴേക്കും പിച്ചച്ചട്ടിയും എടുത്ത് പാകിസ്ഥാൻ. തുർക്കിയും ചൈനയും വേണ്ട വിധത്തിൽ സഹായിച്ചെങ്കിലും ഒന്നും എങ്ങും എത്തിയില്ല. ചൈനയുടെ കൈവശം നിന്ന് വാങ്ങിയ ലാത്തിരി പൂത്തിരി കമ്പിത്തിരിയുടെ പിൻബലത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിച്ച് കളത്തിലേക്കിറങ്ങിയത്. പക്ഷെ പാകിസ്ഥാൻ ഒരു അബദ്ധം പറ്റി. ചൈനീസ് സാധനങ്ങൾക്ക് പൊതുവെ വിലക്കുറവാണ്, എന്നാൽ ഗുണമേന്മയും കുറവാണ്. അതുതന്നെ അവരുടെ ആയുധ ശേഖരത്തിലും സംഭവിച്ചത്. നമ്മുടെ നാട്ടിൽ കമ്പങ്ങൾക്കുണ്ടാവുന്നത് പോലെ ഒരു പ്രകമ്പനമുണ്ടാക്കി കുറച്ച് വെളിച്ചവും ഉണ്ടാക്കി ചൈനയുടെ ആയുധങ്ങൾ അവിടെ പൊട്ടി വീണു. അല്ലാതെ പാകിസ്ഥാൻ വിചാരിച്ചതുപോലുള്ള യാതൊരു അത്ഭുതങ്ങളും അതിന് സൃഷ്ടിക്കാനും കഴിഞ്ഞില്ല. എന്നാൽ ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്നത് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളും റഷ്യൻ നിർമ്മിത ആയുധങ്ങളും ഇസ്രയേലിൽ നിന്നുള്ള ആയുധങ്ങളുമാണ്. ഇതിനു മുന്നിൽ ചൈനീസ് മിസൈലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും ചൈനീസ് ആയുധങ്ങൾ വെച്ചുള്ള പരീക്ഷണങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പാകിസ്ഥാൻ പിച്ചച്ചട്ടി എടുക്കുന്ന അവസ്ഥയിലെത്തി. കാരണം ആദ്യം ഇന്ത്യ ലക്ഷ്യമാക്കിയത് ഭീകരതാവളങ്ങളായിരുന്നെങ്കിൽ രണ്ടാമത് ഇന്ത്യ ലക്ഷ്യം വെച്ചത് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിലാണ്. അതാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ കനത്ത നാശമാണ് ഉണ്ടായിരിക്കുന്നതെന്നും സാമ്പത്തിക സഹായം നൽകണമെന്നും വിദേശ രാജ്യങ്ങളോട് പാക് ധനകാര്യ വകുപ്പ് അപേക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ചർച്ചയായതോടെ പാകിസ്ഥാന് നാണക്കേട് സഹിക്കാതായി. ഒടുവിൽ കുറുപ്പിനെ തള്ളി പാക് മന്ത്രാലയം രംഗത്തെത്തി. തങ്ങളുടെ എക്സ് പ്ലാറ്റ്ഫോം ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നും ഇത്തരത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടില്ലെന്നുമാണ് പാക് ധനകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്.